നമ്മൾ ഇന്ന് ഈ ക്ലാസിക് 350യുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ അവസാനം പറയാം. അതിനു മുമ്പ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ്. സോ ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾ കാണുന്നത് ഏകദേശം ഉച്ച 1 മണി സമയത്തുള്ള ക്ലൈമറ്റ് ആണ്. നിങ്ങൾ മൂന്നാറിലോട്ട് വല്ലതും ബൈക്ക് ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം റെയിൻ കോട്ട് ഇട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത്രയ്ക്ക് മഴയായിരുന്നു. സോ ബാക്ക് ടു ടോപ്പിക്. നമ്മുടെ ബൈക്കിൻ്റെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് ക്ലെയിം ചെയ്യുന്ന ഏകദേശം 35 to 40 km/h. സോ നമ്മുടെ വണ്ടിയിൽ എത്ര മൈലേജ് കിട്ടി നോക്കിക്കഴിഞ്ഞാൽ കായംകുളത്ത് നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു പെട്രോൾ. എന്നിട്ട് മൂന്നാർ എത്തിക്കഴിഞ്ഞ് പിന്നെയും ഫുൾ ടാങ്ക് റീഫിൽ ചെയ്തു. ഏകദേശം 272 km ഓടാൻ 8 ലിറ്റർ പെട്രോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഒരു ആവറേജ് മൈലേജ് പറയുവാണെങ്കിൽ 33-34 ആണ് നമുക്ക് ആവറേജ് മൈലേജ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 33-34 എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മൈലേജാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ റൈഡിങ് കണ്ടീഷൻ കൂടെ വെച്ചാണ് ഞാൻ പറയുന്നത്. കാരണം മൂന്നാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ല, അത്യാവശ്യം നല്ല കുത്തിനുള്ളൊക്കെ ഏറ്റവും ഇറക്കവും ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. സോ ഗിയർ റേഷ്യോസ് ഒന്നും അത്ര പ്രോപ്പറിലായിരുന്നു. എന്നിട്ടും 34-35 അത് ആ ഒരു റേഞ്ച് മൈലേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു മൈലേജാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇനി നമ്മുടെ ട്രിപ്പ് മൊത്തത്തിലുള്ള ഫ്യൂലിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഏകദേശം വീട്ടിലെത്തിയപ്പോൾ 526 km ആണ് നമ്മുടെ ട്രിപ്പ് മൊത്തത്തിൽ ഓടിയിരിക്കുന്നത്. സോ 33 മൈലേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 16 ലിറ്റർ പെട്രോളാണ് വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്യൂലിൻ്റെ കോസ്റ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2000 രൂപയുടെ പെട്രോൾ വണ്ടി ആ ട്രിപ്പിന് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്.